ഇപ്പോൾ ചക്കയൊക്കെ അധികമായിട്ട് കിട്ടുന്ന സീസണല്ലേ. അപ്പോൾ നമുക്ക് ചക്ക വെച്ചിട്ട് തന്നെ ഒരു അടിപൊളി റെസിപ്പി നോക്കിയാലോ. അതപ്പോൾ എങ്ങനെയാണ് റെഡിയാക്കണമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് ചക്ക എടുത്തിട്ട് വളരെ ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് കടലപ്പരിപ്പ് ഞാൻ ഇതുപോലെ പകുതി കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു കുക്കറിലേക്ക് ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ നെയ്യിലേക്ക് നമുക്ക് ചക്ക ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് പകുതി വേവിച്ച 1 കപ്പ് കടലപ്പരിപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഈ കടലപ്പരിപ്പും ചക്കയും കൂടി നെയ്യിൽ കിടന്ന് ഒന്ന് നല്ലോണം കുക്കായിക്കോട്ടെ കേട്ടോ. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അധികം വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. ഞാൻ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി കുക്കർ അടച്ചു വെച്ച് നമുക്കൊന്ന് അത് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. കുക്കായതിന് ശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു പാക്കറ്റ് പാലാണ് കേട്ടോ, അതായത് 1/2 ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര, മധുരത്തിനനുസരിച്ച് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കണ്ടൻസ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരമൽ ചെയ്ത കണ്ടൻസ് മിൽക്കാണ് കേട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ കളറ്. സാധാ കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി 1 കപ്പ് ചവ്വരി ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെള്ളമൊക്കെ കളഞ്ഞ് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ. ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു നുള്ളുപ്പ്, ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ കുറച്ച് ഉപ്പ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇനി ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് കൂടുതൽ തന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത ബദാമും കുറച്ച് കാഷ്യൂവും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഇതാ കാഷ്യൂ ബദാമൊക്കെ നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ ഈസിയല്ലേ റെഡിയാക്കാൻ വേണ്ടി. അധികം ടൈമൊന്നും എടുക്കാതെ ചക്ക ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണിത്. ഇത് ചൂടോടുകൂടി കഴിക്കുന്നതിലും ടേസ്റ്റ് എനിക്ക് തണുപ്പിച്ച് കഴിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഒട്ടും മടിക്കേണ്ട. ചക്ക വീട്ടിലിരിപ്പുണ്ടെങ്കിൽ ഇപ്പം തന്നെ റെഡിയാക്കി നോക്കിക്കോ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. റെഡിയാക്കി നോക്കിയിട്ട് ഇഷ്ടമായ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ.